നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മരുമകൻ കളിച്ചു ജയിച്ചു എന്ന് ഒറ്റവാക്കിൽ മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ റദ്ദാക്കിയ വിധിയെ വിശേഷിപ്പിക്കാം. ലക്ഷക്കണക്കിന് നിരാലംബരായ തീരദേശ ജനതയെ നിസ്സഹായതയുടെ കയത്തിലാഴ്ത്തിക്കൊണ്ടാണ് മുനമ്പം കമ്മീഷൻ രൂപീകരിച്ച നടപടി ഹൈക്കോടതി റദ്ദാക്കിയത്. ഇതിന്റെ കാരണം ഹൈക്കോടതി തന്നെ തുറന്നു പറഞ്ഞു. ഹൈക്കോടതിയുടെ വാക്കുകൾ ഇതാണ്: കമ്മീഷൻ നിയമനം നിയമപരമല്ല, സർക്കാർ യാന്ത്രികമായി പ്രവർത്തിച്ചു. കമ്മീഷൻ നിയമനത്തിൽ കൃത്യമായ വിശദീകരണം നൽകാൻ സർക്കാരിനായില്ലെന്നും കൃത്യമായി പഠിച്ചാണോ സർക്കാർ കമ്മീഷനെ നിയമിച്ചതെന്ന് സംശയമുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. സർക്കാർ കേസ് തോറ്റുകൊടുത്തെന്നാണ് കോടതി പറഞ്ഞത്. പിണറായി സർക്കാരിന് മുസ്ലിം ജനവിഭാഗത്തോടുള്ള പ്രതിപത്തി പണ്ടേ പ്രസിദ്ധമാണ്. മുഹമ്മദ് റിയാസ് അറിയാതെ സർക്കാരിൽ ഒരു ഈച്ച പോലും അനങ്ങില്ല. മുഹമ്മദ് റിയാസിനെ പിണക്കിക്കൊണ്ട് മുഖ്യമന്ത്രിക്ക് ഒരു തീരുമാനമെടുക്കാൻ സാധിക്കില്ല. അതാണ് മുനമ്പം കമ്മീഷൻ രൂപീകരണത്തിൽ നടന്നത്. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം നിയമപരമല്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. നിയമവകുപ്പും ആയിരക്കണക്കിന് നിയമോപദേശകരുമുള്ള സർക്കാരാണ് ഇത്തരത്തിൽ അപഹാസ്യരായത്. അപ്പോൾ സർക്കാരിന്റെ നടപടി തീർത്തും നിസ്സാരമാണെന്ന് കരുതരുത്. കമ്മീഷൻ നിയമപരമായാലും ഇല്ലെങ്കിലും തൽക്കാലം വിവാദത്തിൽ നിന്നും ഊരാൻ മാത്രമാണ് പിണറായി ശ്രമിച്ചത്. മുനമ്പത്ത് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച സർക്കാർ നടപടി ഹൈക്കോടതി റദ്ദാക്കുമെന്ന് നേരത്തെ വാർത്തകളുണ്ടായിരുന്നു. വഖഫ് സംരക്ഷണ വേദി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഉത്തരവിട്ടത്. സർക്കാരിന് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷേ മുനമ്പം ഭൂമി വഖഫ് ഭൂമിയാണെന്ന് നേരത്തെ സിവിൽ കോടതി കണ്ടെത്തിയിരുന്നു. ആ സാഹചര്യത്തിൽ വഖഫ് ഭൂമിയിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം വഖഫ് ബോർഡിനാണ് എന്നാണ് നിയമമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. വഖഫ് ഭൂമിയിൽ അന്തിമ അവകാശം വഖഫ് ബോർഡിനായതിനാൽ മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച സർക്കാർ നടപടി റദ്ദാക്കുകയാണെന്നും കോടതി വ്യക്തമാക്കി. ഇതോടൊപ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തിൽ പൊതു താൽപര്യമില്ലെന്നും കോടതി കണ്ടെത്തി. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സർക്കാർ അപ്പീൽ നൽകും. എന്നാൽ അപ്പീൽ നൽകിയിട്ട് കാര്യമില്ല എന്ന് ഇതിനകം വ്യക്തമാണ്. സംസ്ഥാന സർക്കാരാണ് മുനമ്പത്ത് കമ്മീഷനെ നിയമിച്ചതെന്നും സർക്കാരാണ് വിഷയത്തിൽ മറുപടി നൽകേണ്ടതെന്നും മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പ്രതികരിച്ചു. മാധ്യമങ്ങളിലൂടെയാണ് വിവരമറിഞ്ഞത്. വിധിയിലെ നിരീക്ഷണങ്ങൾ കേട്ടില്ല, വ്യക്തി താൽപര്യങ്ങളില്ല. സർക്കാർ ഏൽപ്പിച്ച ഉത്തരവാദിത്തം മാത്രമാണ് ചെയ്തത്. പ്രശ്നപരിഹാരത്തെക്കുറിച്ച് ഇനി ചിന്തിക്കേണ്ടത് സർക്കാരാണ്. വിധിക്കെതിരെ സർക്കാരിന് ഡിവിഷൻ ബെഞ്ചിനെയോ സുപ്രീം കോടതിയെയോ സമീപിക്കാം. കമ്മീഷൻ പ്രവർത്തനം മുൻപോട്ട് പോയിരുന്നെങ്കിൽ റിപ്പോർട്ട് സമർപ്പിക്കുമായിരുന്നുവെന്നും മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ പ്രതികരിച്ചത്. ആദ്യം കേസ് പരിഗണിച്ച ഹൈക്കോടതി ബെഞ്ച് 104 ഏക്കർ ഭൂമി വഖഫാണെന്ന് നേരത്തെ സിവിൽ കോടതി കണ്ടെത്തിയതാണെന്നും ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് ഇതിന്റെ സാധ്യത സർക്കാരിന് എങ്ങനെ പരിശോധിക്കാൻ കഴിയുമെന്നും ചോദിച്ചു. ഉടമസ്ഥാവകാശം സംബന്ധിച്ച കാര്യങ്ങൾ കമ്മീഷൻ പരിശോധിക്കുന്നില്ല എന്ന് സർക്കാർ മറുപടി നൽകി. മനസ്സിരുത്തിയാണോ സർക്കാർ കമ്മീഷനെ നിയമിച്ചതെന്ന് സംശയമുണ്ടെന്നും കമ്മീഷന്റെ പരിശോധനാ വിഷയങ്ങൾ സർക്കാർ വ്യക്തത വരുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഭൂമിയുടെ ഉടമസ്ഥാവകാശം പരിശോധിക്കാനാണ് കമ്മീഷനെ നിയമിക്കുന്നത് എന്നാണ് അച്ഛന്മാരെ സർക്കാർ പറഞ്ഞു പറ്റിച്ചത്. എന്നാൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ലെന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. മുനമ്പം ജനതയുടെയും കേരള കോൺഗ്രസ് എമ്മിന്റെയും ഭാഗത്തു നിന്നുണ്ടായ പ്രകോപനങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് പെട്ടെന്നൊരു കമ്മീഷനെ നിയമിച്ചത്. സിവിൽ കോടതി തീർപ്പാക്കിയ വിഷയത്തിൽ കമ്മീഷനെ നിയമിക്കാൻ സർക്കാരിന് ഒരു അധികാരവുമില്ല. ഇക്കാര്യങ്ങൾ വളരെ മുൻപ് വിവിധ വിധികളിലൂടെ ഹൈക്കോടതി തന്നെ ഉറപ്പിച്ചിട്ടുള്ളതാണ്. നീതിന്യായ കോടതികളുടെ തീരുമാനങ്ങളിൽ എതിർപ്പുണ്ടെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. അല്ലാതെ യാതൊരു അധികാരവുമില്ലാത്ത കമ്മീഷനുകളെ നിയമിക്കലല്ല. രാമചന്ദ്രൻ നായർ കമ്മീഷനെ ഹൈക്കോടതി ഇല്ലാതാക്കിയതോടെ മെത്രാൻമാർ സർക്കാരിനോട് കലിപ്പിക്കും. സർക്കാരിന്റെ മൂട്ടിൽ പൊട്ടും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. മറ്റൊരപകടം കൂടി സംഭവിക്കും. അതായത് BJP സർക്കാർ വഖഫ് വിഷയത്തിൽ ക്രൈസ്തവർക്ക് അനുകൂല ഉത്തരവ് പാസാക്കിയാൽ ക്രൈസ്തവർക്കിടയിലെ വോട്ടുകൾ BJPയിലേക്ക് പോകും. കത്തിപ്പടരുന്ന മുനമ്പം പ്രശ്നത്തിന് പരിഹാരമായി 4 സുപ്രധാന തീരുമാനങ്ങളാണ് മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലുണ്ടായത്. ഭൂമിയിൽ താമസിക്കുന്നവരുടെ രേഖകൾ പരിശോധിക്കുന്നതിനായി ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനെ നിയമിക്കും. 3 മാസത്തിനുള്ളിൽ പരിശോധന തീർക്കും. ഭൂമിയിൽ താമസിക്കുന്നവർക്ക് റവന്യൂ അധികാരം ഉറപ്പാക്കാനാണ് ഇത്. വഖഫ് ബോർഡ് ഒഴിയാൻ ആർക്കും ഇനി നോട്ടീസ് നൽകില്ല. ഇതിനകം നോട്ടീസ് കിട്ടിയവർ ഒഴിയേണ്ട. കരമടയ്ക്കുന്നതിലെ സ്റ്റേ ഒഴിവാക്കി കിട്ടാൻ സർക്കാരും
ഹൈക്കോടതിയെ സമീപിക്കും. എന്നിട്ടാണ് സർക്കാർ ഹൈക്കോടതിയിൽ തിരിഞ്ഞു കളിച്ചത്. വഖഫ് ട്രൈബ്യൂണൽ ഫറൂഖ് കോളേജ് കൊടുത്ത കേസിൽ കക്ഷി ചേരുന്നതിനെക്കുറിച്ച് ആലോചിച്ചെങ്കിലും തൽക്കാലം ഇല്ല. ജുഡീഷ്യൽ കമ്മീഷൻ പരിശോധനയ്ക്ക് ഭൂമി വഖഫാണോ അല്ലയോ എന്നതിൽ ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷ. അതായത് സാധാരണ പണം മുടക്കുന്ന കമ്മീഷനുകൾ പോലെ മുനമ്പത്തെയും ഒരു കമ്മീഷനാക്കാൻ വേണ്ടിയാണ് സർക്കാർ കളിച്ചത്. മുനമ്പത്തിൽ ഒരു തീരുമാനമെടുക്കാൻ സർക്കാരിന് ബുദ്ധിമുട്ടുണ്ട്. എത്രയും കാലം നീട്ടാമോ അത്രയും നീട്ടാം എന്നാണ് സർക്കാരിന്റെ ആഗ്രഹം. 2019 മുനമ്പം നിവാസികളുടെ ഭൂമി വഖഫാണെന്നുള്ള അവകാശം വഖഫ് ബോർഡ് ഉയർത്തിയിട്ടുള്ളത്. എന്നാൽ ഭൂമിയുടെ നിലവിലെ ഉടമസ്ഥരെ അറിയിച്ചുകൊണ്ടുള്ള ഒരു നിയമാനുസൃത നീക്കവും ഉണ്ടായിട്ടില്ല. ഭരണഘടനാ വിരുദ്ധത, അനീതി, അവഗണന, വഖഫ് ബോർഡ് അവകാശവാദങ്ങൾ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മാന്യമായ ജീവിതത്തിനും സ്വത്തിനും തുല്യതയ്ക്കുമുള്ള മൗലികാവകാശങ്ങൾക്കും മതേതരത്വത്തിനും കടുത്ത വെല്ലുവിളി ഉയർത്തുന്നു. ഇപ്പോൾ നിലവിലുള്ള വഖഫ് നിയമനം ഭരണഘടനാ വിരുദ്ധമാണ് എന്നത് നിസ്തർക്കമാണ്. ശരീഅത്ത് നിയമത്തെ ഇന്ത്യൻ നിയമവ്യവസ്ഥിതിക്ക് മുകളിൽ സ്ഥാപിക്കുന്ന വ്യവസ്ഥകൾ വഖഫ് നിയമത്തിൽ ചേർക്കപ്പെട്ടിട്ടുള്ളത്. വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ പാടില്ലാത്ത വിധം അള്ളാഹുവിന് സമർപ്പിക്കപ്പെട്ടത് എന്നാണ് വഖഫ് എന്ന വാക്കിന്റെ അർത്ഥം. 1995 ഇന്ത്യയിൽ നിലവിൽ വന്ന വഖഫ് നിയമപ്രകാരം ഏതെങ്കിലും ഒരു സ്ഥലത്തിന് വഖഫ് ബോർഡ് അവകാശം ഉന്നയിച്ചാൽ അതിസങ്കീർണമായ നിയമ നടപടികളിലേക്കാണ് പിന്നീട് നീങ്ങുക. വേണ്ട വിധത്തിലുള്ള കോടതി സർക്കാർ ഇടപെടലുകൾ തക്ക സമയത്തുണ്ടായില്ലെങ്കിൽ സ്ഥലം എന്നേക്കുമായി വഖഫ് ബോർഡിന്റേതായി മാറും. ഈ ഗുരുതരമായ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മുതൽ പ്രാദേശികവാസികളും അവരുടെ പ്രതിനിധികളും ജനപ്രതിനിധികളെയും സർക്കാർ സംവിധാനങ്ങളെയും രാഷ്ട്രീയ നേതൃത്വങ്ങളെയും പല വിധത്തിൽ സമീപിച്ചു. വിഷയം പരിഹരിച്ചു തരാം എന്നുള്ള ജനപ്രതിനിധികളുടെ ഉറപ്പിലാണ് പ്രദേശവാസികൾ പ്രക്ഷോഭത്തിലേക്ക് പോകാതിരുന്നത്. എന്നാൽ ആ ഉറപ്പ് ഇതുവരെയും പാലിക്കപ്പെട്ടിട്ടില്ല. കോടതിയിലെ കേസുകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് പല വിധത്തിലുള്ള തടസ്സങ്ങൾ നേരിടുന്നതാണ് മറ്റൊരു പ്രതിസന്ധി. 2023 ജൂലൈയിലാണ് അവസാനമായി കോടതിയിൽ വാദം നടന്നത്. നിലവിൽ തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ട സർവേകൾ ആ പ്രദേശത്ത് നടന്നിട്ടുണ്ട്. തുടർന്ന് സ്ഥലം ഏറ്റെടുക്കൽ നടക്കുമ്പോൾ കേസിൽ ഉൾപ്പെട്ട ഭൂമിയായതിനാൽ അനേകർ നഷ്ടപരിഹാരം പോലും ലഭിക്കാതെ തെരുവിലേക്കിറങ്ങേണ്ട സാഹചര്യം ഉടലെടുത്തേക്കാം. മുനമ്പം ഇനി ആവർത്തിക്കരുത്. മുനമ്പത്തെ നിർധനരായ ജനങ്ങൾ 1.5 നൂറ്റാണ്ടിലേറെ കാലമായി ജീവിച്ചു പോന്നതും അപ്രകാരമായിരുന്നിട്ടും ഒരിക്കൽ കൂടി വില കൊടുത്ത് വാങ്ങേണ്ടി വന്നതുമായ ഭൂമി വഖഫ് നിയമത്തിന്റെ മറവിൽ കൈവശപ്പെടുത്താനുള്ള ചില തൽപര കക്ഷികളുടെ നീക്കം കടുത്ത അനീതിയാണ്. മുനമ്പത്തെ ജനങ്ങളുടെ അവസ്ഥ കേരള മനസാക്ഷിയെ ഉണർത്തേണ്ടതാണ്. കേരള സർക്കാരിന്റെ നിഷ്ക്രിയാവസ്ഥയും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കാൻ നയരൂപീകരണം നടത്തിയ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് വഖഫ് നിയമങ്ങളാൽ വേട്ടയാടപ്പെടുന്ന മുനമ്പം നിവാസികളെ കണ്ടില്ലെന്ന് നടിക്കുന്നു? എന്തുകൊണ്ട് അവിടെ നടക്കുന്ന നീതി നിഷേധങ്ങളിൽ ഇടപെടാൻ മടി കാണിക്കുന്നു? ഒരു മതസമൂഹത്തോട് ബന്ധപ്പെട്ട ഒരു സംവിധാനം ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും ഇത്തരത്തിൽ ഉപദ്രവിക്കുന്നതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാക്കുന്നത്? തങ്ങളുടെ സമുദായക്കാരും ആ പ്രദേശത്തില്ല എന്നുള്ള വർഗീയ ചിന്തയുള്ളതിനാലാണോ മതസ്പർദ്ധയ്ക്ക് പോലും കാരണമാകുന്ന തരത്തിൽ യാതൊരു സാമൂഹ്യ ബോധവും ഇല്ലാത്ത തരത്തിലുള്ള പെരുമാറ്റം ചിലരിൽ നിന്നും ഉണ്ടാകുന്നത്? വഴിമുട്ടിയ പാവപ്പെട്ട ജനതയുടെ നിലവിളിക്കും കണ്ണീരിനും ഈ പരിഷ്കൃത സമൂഹത്തിൽ ഒരു വിലയുമില്ലേ? ഇത്തരം ചോദ്യങ്ങൾക്ക് മുന്നിലാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച് തലയൂരാൻ സർക്കാർ ശ്രമിച്ചത്. അതിന്റെ കടയ്ക്കലാണ് ഹൈക്കോടതി കത്തിവെച്ചത്. ഈ കമ്മീഷൻ ഹൈക്കോടതി ഇല്ലാതാക്കുന്നതോടെ ഇത്തരം വേലയിറക്കലുകൾ അവസാനിക്കുമെന്ന് കരുതാം. ഇനി എന്ത് ചെയ്യും എന്നാണ് സർക്കാരിന് മുന്നിലുള്ള ചോദ്യം. അതിനുള്ള മറുപടി നിയമമന്ത്രി പി രാജീവ് നൽകി കഴിഞ്ഞു. എത്രയും വേഗം അപ്പീൽ പോകും. അപ്പീൽ പോയാൽ ഒന്നും സംഭവിക്കില്ലെന്ന് സർക്കാരിനറിയാം. കാരണം കൃത്യമായ വിധിയാണ് ഹൈക്കോടതി പറഞ്ഞത്. സിവിൽ കോടതി തീർപ്പാക്കിയ ഒരു വിഷയത്തിൽ സർക്കാരിന് ഒരു കമ്മീഷനെ നിയമിക്കാൻ കഴിയുകയില്ല. സിവിൽ കോടതിയുടെ തീരുമാനം ചോദ്യം ചെയ്യാൻ മേൽക്കോടതിയിലേക്കാണ് പോകേണ്ടത്. വിരമിച്ച ജഡ്ജിയെ അധ്യക്ഷനാക്കി കമ്മീഷനെ നിയമിക്കുകയല്ല ചെയ്യേണ്ടത്. ഇത്രയുമൊക്കെ അറിയാമായിരുന്നിട്ടും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ഇത്തരം ഒരു കമ്മീഷന്റെ തലപ്പത്തിരിക്കാൻ അനുമതി നൽകിയതിലാണ് സങ്കടം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.